ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ബാൻസ് സിനിമയിലെ നമ്മുടെ നിവിൻ പുളിയുടെ ക്യാരക്ടർ റിവീലിംഗ് കാത്തിരിക്കുകയായിരുന്നു. കുറച്ചൊന്ന് ലേറ്റ് ആയി. കുറച്ചോ? ഒരു 50 മിനിറ്റ്. 5 മണിക്ക് പറഞ്ഞ 5:50 അതെ, അത്ര ആയിട്ടുള്ളൂ. എന്താ അങ്ങനെ? എന്താണാവോ? എന്താ അങ്ങനെ ഒരു കളി? ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേൻ എന്ന് പറഞ്ഞതുപോലെ അതായിരിക്കാം അല്ലേ? ആയിരിക്കാം. കുറച്ചൊന്ന് കാത്തിരിക്കുക, എന്നിട്ടേ വരുള്ളൂ. കണ്ടിട്ടില്ല, കണ്ടു നോക്കണം എങ്ങനെയുണ്ട് ആ വരവെന്ന്. രാവിലത്തെ പ്രമോയിൽ ഗംഭീരമായിരുന്നു. ഓ പൊളി. അത് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്ന. 3 മിനിറ്റിന്റെ അടുത്തുണ്ട് വീഡിയോ അല്ലേ? അതെ, ഉണ്ട്. വാൾട്ടർ എന്നാണ് പേര് കേട്ടോ. വാൾട്ടർ, അതാണ് ആ Wയും 3 കുത്തും 6ഉം വന്നത് അല്ലേ? വാർന്ന് ഉള്ള രീതിയിൽ കരുതിപ്പോയി. അത് സാരല്ല, നമ്മളല്ലേ കരുതിയത്. ഇത്രയൊക്കെ വിചാരിച്ചാ മതി. പിന്നെ അത് മാത്രല്ല, ട്വിൻ ഫിഷ് ഇല്ലേ, അത് അതിൻ്റെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ്. മനസ്സിലായില്ലേ? അതായത് ഓരോ കോഡുകൾ ഉണ്ടല്ലോ, ഓരോ എന്താ സൈന്, ആ സാധനമാണത്. ഓക്കെ, അപ്പം എന്തായാലും LCUലെ നമ്മുടെ ചെറുക്കൻ അഴിഞ്ഞാടും എന്നുള്ളത് കാണാം. എൻട്രി ആയിട്ടുണ്ട്, കാണാം, വീഡിയോ കാണാം. എന്നിട്ട് ബാക്കി ടെൻഷൻ ഉണ്ട് ചെറുതായിട്ട്. ടെൻഷൻ അടിക്കണമല്ലോ, കാരണം നന്നാവണല്ലോ സാധനം. അതെ. സായ ബേങ്കർ അല്ലേ മ്യൂസിക്? സായ ബേങ്കർ. അതാ രാവിലത്തെ ഇതിന് തന്നെ അറിയാനുണ്ടായിരുന്നു. കിട്ടില്ല BGM ആയിരുന്നു. ഓക്കെ മിനിച്ചേക്കണേ അത്രല്ലേ? ഓ, ആരെ തല തല്ലിച്ചതക്കാണ്. ലോകേഷ് കനകരാജ്. BGM പൊളി. നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ. കോസ്റ്റ്യൂം സ്വർണത്തിന്റെ ഒരു ജ്വല്ലറി, അതും ഗോൾഡ് അല്ലേ? പല്ലിനെന്താ പ്രത്യേകത? സ്വർണ്ണപ്പല്ലാണോ? സ്വർണ്ണപ്പല്ലാണോ? ഡബിളാ? ഓ, അതാണ് ഫിഷ് രണ്ടെണ്ണം. ഗോൾഡാണ്. இந்த ABCDல கடைசியா ஒரு இது வரும்ல, கோடு போட்ட மாதிரி. ஈசா, BEN ஈசா. அந்த ஹெல்மெட்டுக்குள்ள இருக்க வத்தாலே சுமாட்ட வெட்டுற மாதிரி கசக்கன்னு வெட்டி கொண்டு போறது. ഫുള്ള് ഗോൾഡാണല്ലേ? തിന്നുന്നതും ഗോൾഡാണോ? കടിക്കുന്ന സാധനം കാണിച്ചില്ലേ? മലയാളം. പ്രകടനമുണ്ടോ അവൾക്ക്? ചെറിയൊരു സാധനം വന്നില്ലേ എന്നൊരു സംശയം. അങ്ങനെ തന്നെയാണ് തോന്നുന്നു. അങ്ങനെ തന്നെ കൊടുത്തതാ. അതന്നെ. ഓ, പൊളി BGM ആട്ടോ. അതിനിടയിൽ കുട്ടികൾ കരയുന്ന സൗണ്ട് കൊടുക്കുന്നുണ്ട്, കണ്ടോ? എല്ലാം ഉണ്ട്, മിക്സാ. എന്തായാലും BGM വേറെ ലെവലാണ്. പിന്നെ തോന്നി കണ്ടിട്ട് അതാ പറയാൻ പോകുന്നത്. അഭിപ്രായം പറ. ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ പുഷ്പരാജാണോ ദൈവം? ആ തലമുടിയൊക്കെ പറത്തിട്ട് ആകെ ഒരുമാതിരി കാപ്രി ലുക്ക്.
കുറച്ച് മറ്റേ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പിന്നെ എനിക്ക് ഒന്നാമതായി ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഞാൻ എപ്പോഴും പറഞ്ഞ ജപ്പാൻ സിനിമ വന്നപ്പോഴും ഗുഡ് ബാഡകളി എനിക്ക് ഈ മറ്റേ സ്വർണത്തിൽ പൊതിഞ്ഞ് മറ്റേ അജാതി ഒരു സാധനം ഇഷ്ടേ അല്ലാത്ത ഒരാളാണ്. പിന്നെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഇനി ദൈവത്തിന് മാത്രം അറിയാം. ഇതെങ്ങനെയുണ്ട് ഈ 3 മിനിറ്റിനുള്ളിൽ? കുഴപ്പമില്ല. ഒരു പേടി, അതായത് ഡയലോഗ് ഡെലിവറിയിലൊക്കെ. അതായത് രണ്ടാമത്തെ ആളെ കാണിച്ചില്ലേ, ആള് നമ്മുടെ സാധാരണ നോർമൽ, അതായത് എപ്പോഴും ഫണ്ണൊക്കെ ആയിട്ടുള്ള ആ ഒരു നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആ നിവിൻ പോളി, അത് സാധാരണ പോലെ തന്നെ. മറ്റേത് ലുക്കിലും മട്ടിലും ഞാൻ സത്യമായിട്ടും ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ നമ്മളിപ്പം മറ്റേ വിക്രം സിനിമയിലാണെങ്കിൽ റോളക്സ് വന്നു. റോളക്സ് ഏകദേശം ഇങ്ങനത്തെ ഒരു സാധനമാണ്. പക്ഷെ ആളുടെ ഡയലോഗ് ഡെലിവറിയും ആളുടെ പവർ തന്നെ ഭയങ്കരമായിരുന്നു. ഇത് ആ ഒരു സാധനം കിട്ടണില്ലാത്ത പോലെ. അതിന് ഞാൻ നമ്മളെ ലാസ്റ്റ് കണ്ടപ്പോൾ ആ സ്ത്രൈണതേന്റെ ആ ഒരു ഇതുള്ളത് കൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. ഡയലോഗിലൊക്കെ ഭയങ്കര. പിന്നെ ഇങ്ങനത്തെ ഈ സാധനം നിവിൻ പോളിക്ക് ചേരൂലോട്ടോ. ഈ പല്ലൊക്കെ വേറെ മറ്റേ ഇതൊക്കെ അടിച്ചിട്ട് ഷെയ്പ്പ് തന്നെ മാറിയിട്ട് എന്തോ പോലെ എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഇത് ശരിക്കും പേടി വരുന്നു കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് നമുക്കിത് വിലയിരുത്താൻ പറ്റൂല, അത് വേറൊരു സത്യമാണ്. പ്രൊമോ പോലെ, അതായത് ഇതൊരു സിനിമന്റെ ആ ഒരു മൂഡൊന്നും ഇതിൽ കിട്ടുന്നില്ല. ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് കാണിച്ചിരുന്നതേ ഉള്ളൂ. കാരണം അതൊരു സെറ്റ് ഇട്ട് അതൊരു പ്രൊമോ ആയിട്ട് ചെയ്യുന്ന സംഭവമാണ്. സിനിമയിലേക്ക് വരുമ്പോൾ ഗംഭീരായാൽ പറയാൻ പറ്റില്ല. പിന്നെ വേറെ കാര്യത്തിലുണ്ട്, ലോകേഷ് അല്ലതിന്റെ സംവിധാനം. അത് ശ്രദ്ധിക്കണം. ശരിക്കും ശ്രദ്ധിക്കണം. അത് ലോകേഷ് പ്രസൻസ് മാത്രമേ ഉള്ളൂ. അതെ, സ്റ്റോറി ആളുടെ ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഭാഗ്യരാജ് കണ്ണൻ. യെസ്. എനിക്കെന്തോ ഭയങ്കരമായിട്ടുള്ളൊരു പേടി വരുന്നുണ്ട്. ഇത് മോശമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല, ഇത് ഇങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയിട്ട് ആകെ ഉറപ്പിക്കുക എന്നുള്ള ഒരു പേടി. ലുക്കാണ് എനിക്ക് ഭയങ്കര ഇതായിട്ട്. ലുക്ക്, ഡയലോഗ് ഡെലിവറി, ഈ രണ്ട് സാധനത്തിലും നല്ല ഒരു ഇതുണ്ട്. സംഭവം ശരിയാണ്. നിവിൻ പോളിന്റെ തടിയൊക്കെ കുറച്ച് ആള് നല്ല ലുക്ക് കൊണ്ടൊക്കെ ഗംഭീരമായിട്ട്. പക്ഷെ ഈ ലുക്ക്, ഹെയർ സ്റ്റൈലും പൊളിച്ചു. ഈ ലുക്ക് ഒരു രക്ഷയില്ല. അല്ലേ, 2 ഡമ്മി, അതായത് സാരി കൊടുത്ത് അതിൽ നിന്ന് മനസ്സിലാവും ക്യാരക്ടർ ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ്. അതെ. പക്ഷേ ബെൻസ്, അതായത് ലോറൻസിന്റെ വില്ലനായിട്ടാണ് വരുന്നത്. അതിനുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലേ? ഒരു അങ്ങനത്തെ ഒരു വില്ലനുള്ള ഒരു സാധനമാണോ ഇത്? അല്ല, ഇത് ഞാൻ ഇപ്പോഴും അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇത് ഇപ്പോഴും ഒരിക്കലും അത് അങ്ങനെ ആയിരിക്കും പറയാനും പറ്റില്ല. കാരണം ഇത് ആളെന്താണെന്നുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോണതെന്നോ എന്തൊക്കെയാണ് കാണിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ നമുക്ക് പ്രൊമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് കിട്ടണമല്ലോ. അതിനൊരു കുറവുള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. എന്തോ ഒരു എഴുച്ചുകെട്ടലും ഭയങ്കരമായിട്ടുള്ളൊരു കൃത്രിമത്വവും. അതായത് ഈ എൽസിയുടെ ക്യാരക്ടറിന് പറ്റിയതല്ല എന്നൊക്കെ തോന്നുക അല്ലേ? അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഈ ചാപ്പറി ലുക്കാക്കിയേക്കുന്നത്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഇപ്പം ലോറൻസ് വരുന്നു, ലോറൻസിനെ നമ്മൾ കണ്ടു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കിട്ടില്ല ലുക്ക്. ഇത് മറ്റേ ഇനിയിപ്പോ അതേപോലെ തന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ വരുമ്പോ എന്തായിരിക്കും അവസ്ഥ? മാധവനും എനിക്ക് സത്യമായിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല കേട്ടോ. അത് എന്താന്ന് പറഞ്ഞറിയാൻ പറ്റില്ല. സിനിമ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ചിലപ്പം അതായത് സിനിമേന്റെ ക്വാളിറ്റി കൊണ്ട് കിട്ടോ, ചിലപ്പോൾ ആഘോഷിക്കുന്നത് ചിലപ്പോൾ നിവിൻ പോളിയുടെ ക്യാരക്ടറിനെ തന്നെ ആയിരിക്കാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഇത് കണ്ടത് വെച്ചിട്ട് നമുക്ക് ഒരു സുഖം കിട്ടിയിട്ടില്ല, അത്രേ ഉള്ളൂ. അത് തന്നെയല്ല സത്യം. അതാണ് സത്യം. എനിക്ക് പേടിയാവുന്നുണ്ട്. പേടിക്കണ്ട, സിനിമ വരട്ടെ. അല്ലെങ്കിൽ തന്നെ പാവം ഒന്നിങ്ങനെ ആളുടേതായ ഒരു ഇതിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് പറപ്പിക്കുവോ?
റോങ് ഇത് ഇങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് സംഭവം വരുന്നെങ്കിൽ തോന്നുന്നു എയറിലായിരിക്കും. അല്ല പറയാതിരിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാ. ഇങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കിട്ടണമെന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കണ്ട, അവർ തന്നത് നല്ല രീതിയിൽ തരണം. അതൊരു സത്യം. അത് നല്ല രീതിയിലായിട്ട് ഫീൽ ചെയ്തോ? എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ഭയങ്കര എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതുപോലെ ഫീൽ. ആ പറയുന്നിടത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ഡയലോഗിന്റെ തന്നെയാണ്. ഭയങ്കര ഒരു സോങ് കിട്ടണില്ല. പിന്നെ പൊന്താത്ത പോലെ അതിന് പറ്റിയൊരു സാധനം നിവിൻ പോളിക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണോ എന്നൊരു സംശയം. അതുകൊണ്ട് ശരിക്കും കിട്ടുകയില്ലാന്ന് ഒരു വില്ലനെ കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സാധനം, അല്ലാണ്ട് ഈ രൂപത്തിൽ കുറെ ഇതും ചോരയും കുറെ ഗോൾഡ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വില്ലനാവില്ല. അതിന് കോമഡി ഫീൽ ചെയ്യാം. അതാ പറഞ്ഞത്. ഫുള്ള് കാണിച്ചില്ലേ ആ സമയത്ത്, ഫുൾ കോമഡി. എന്താണത് അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അറിയൂല. എന്തായാലും വരട്ടെ. ഇതിനാണല്ലോ കാത്തിരുന്നത് അറിയണേ. അല്ല അയ്യോ ഞാങ്ങനെ ഭയങ്കര അതായത് ഫുൾ ബ്ലഡി സംഭവം ഉണ്ടല്ലോ. ഞാനതാ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. രാവിലത്തെ പ്രൊമോയും കൂടി കണ്ടപ്പോഴേ അതിലാ ഈ സീനിൽ ഇതിൽ തന്നെ ആ പ്രൊമോയിലുള്ള രംഗാണ് രസം. സത്യം. കഴിഞ്ഞ് ആളെ കാണിച്ച് നല്ല രസമുണ്ട്. ചിരിച്ചവിടുന്ന് മുതൽ പോയില്ലേ, അവിടുന്ന് മുതൽ എനിക്ക് മറ്റേ ക്യാരക്ടറും ഭയങ്കര വീക്ക്. മറ്റേ ക്യാരക്ടർ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. ആളുടെ ഡയലോഗ് ഡെലിവറി എന്താ വീക്കല്ലേ, പിന്നെ വളരെ മോശമല്ലേ ആള് പറയുന്ന രീതിയിലൊക്കെ നോക്കുമ്പോ. അങ്ങനെയൊക്കെ എൽസിയിലേക്ക് ചിലപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അതായത് നമ്മൾ സാധാരണ കാണുന്ന മലയാളത്തിൽ കാണുന്ന നിവിൻ പോളി ഉണ്ടല്ലോ, ആ ക്യാരക്ടർ തന്നെ സാധാരണ പോലെ സംസാരിക്കുകയാണ്. പക്ഷെ അത് ഈ എൽസിയിലേക്ക് ഇങ്ങനത്തെ അതിലേക്ക് ചേരുന്നുണ്ടോ എന്ന് മനസ്സിൽ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. അതെ, ആ സാധനം ഇവര് ഡിഫറെന്റ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് അബദ്ധമായില്ലേ എന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഈ ഒരു ഡിഫറെന്റ് ആയിട്ട് നോക്കിയത് കുറച്ച് കൂടിയില്ലേ എന്നുള്ള സംശയം. ഇത് കറക്റ്റ് ജപ്പാനല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ജപ്പാൻ മേഡ് ഇൻ ചൈന, മേഡ് ഇൻ ഇന്ത്യ. ആ ഒരു സാധനം അവിടെ ഉണ്ടല്ലോ, ഒരു പല്ല് ഗോൾഡൻ. ഇത് അതിന് പകരം എല്ലാം കൂടി പല്ല് ഗോൾഡൻ ആക്കി തോന്നുന്നു. ഞാൻ സത്യമായിട്ട് ചോദിച്ചത് ഗോൾഡാണോ തിന്നുന്നത്. അതിന്റെ ഇടയ്ക്ക് കടിക്കണ സാധനം കണ്ടില്ലേ? എല്ലാത്തിനും അങ്ങനത്തെ ഒരു സാധനം കൊണ്ടെന്ന് വെച്ചിട്ടേ പല്ലൊന്നും അങ്ങനെ ആക്കണ്ടായിരുന്നു. എന്തൊരു കഷ്ടമാണ് എങ്ങനെ കാത്തിരുന്ന സാധനം. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ഇപ്പൊ തന്നെ ജയസ്ക്ക് എത്തും. കാണാം. ബൈ. അയ്യോ എന്താലേ.